ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സ്റ്റേജ് 2 എക്സാമിനേഷൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 71 യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? അപ്പോൾ ഈ മോഡൽ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. റിവിഷൻ സീരീസിൽ ആണെന്ന് തോന്നുന്നു, ചെയ്തതാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം 10, 15, 24 മിനിറ്റ് ഇടവേളകളിലാണ് 3 മണികൾ മുഴങ്ങുന്നത്. അപ്പോൾ ഒരുമിച്ച് മുഴങ്ങിയത് 8 മണിക്കാണ്. ഇനി എത്ര മണിക്കാണ് ഇപ്പം 3 കൂടെ ഒരുമിച്ച് മുഴങ്ങുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? LCM എടുക്കുക. 10, 15, 24 3 കൊണ്ട് 10, 5, 8 5 കൊണ്ട് 5, 2, 2, 1, 8 2 കൊണ്ട് 1, 4, 2 എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 120 കിട്ടും. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 120 എത്ര മിനിറ്റ് ആയിരിക്കും? എത്ര മണിക്കൂറായിരിക്കും? 2 മണിക്കൂറായിരിക്കും അല്ലേ? 2 മണിക്കൂറാണ് 120 എന്ന് പറയുന്നത്. പിന്നെ 2 മണിക്കൂർ, 8ൻ്റെ കൂടെ 2 മണിക്കൂർ അങ്ങ് കൂട്ടിയാൽ മതി. 8 + 2 എത്രയാണ്? 10. 10 മണിക്കാണ് ഇനി 3 കൂടെ ഒരുമിച്ച് മുഴങ്ങുന്നത്. 10 മണി. ആൻസർ ഓപ്ഷൻ ഡി. മനസ്സിലായല്ലോ? 72 0.003 ഗുണം 0.45 ഡിവൈഡ് ബൈ 0.009 സമം. അപ്പോൾ ചെയ്ത് നോക്കാം ഇത്. അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര, ഈ അംശത്തിൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3 0.003 ഗുണം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട് 0.45. അപ്പോൾ ഇതിൻ്റെ ദശാംശം മാറ്റണമെങ്കിൽ എത്ര പൂജ്യമുള്ള 100 കൊണ്ട് ഗുണിക്കുക? 5 സ്ഥാനം വേണം അല്ലേ? അപ്പോൾ നോക്കാം. 5 പൂജ്യമാണ് ഇങ്ങോട്ട് ഗുണിക്കേണ്ടത്. 1, 2, 3, 4, 5. ഇവിടെ 5 ദശാംശം കഴിഞ്ഞിട്ട് 5 സ്ഥാനമുണ്ട് ഇവിടെ. അതുകൊണ്ട് 5 പൂജ്യമുള്ള അതുകൊണ്ട് ഗുണിക്കുക. ഇവിടെയും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക. ഇപ്പോൾ 1 ലക്ഷം കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ അംശത്തിൽ പോയിൻ്റ് എല്ലാം അങ്ങ് മാറി. ഇതുകൊണ്ട് ഗുണിച്ചപ്പോഴത്തേക്ക് പോയിൻ്റ് എല്ലാം അങ്ങ് പോയിട്ട് 3 ഗുണം 4 45 എന്നായി. ഡിവൈഡഡ് ബൈ ഇവിടെ 3 സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പം 3 പൂജ്യമേ ഉള്ളൂ. ബാക്കി 2 പൂജ്യം ഇവിടെ അധികം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ 9 ഗുണം 100. 3 ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 3 ഗുണിച്ചപ്പം 3 സ്ഥാനം അങ്ങ് മാറി സംഖ്യയായി 9 എന്നായി. പിന്നെ ബാക്കി 2 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ 100. ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 5 3 ഗുണം 5 15 ഇങ്ങനെ കിട്ടി. 15/100 എന്ന് കിട്ടി. ഇതിനെ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്. ഈ 2 സ്ഥാനം മാറ്റി ഒരു പോയിൻ്റ് കൊടുക്കുക. അപ്പം ഈ 100 അങ്ങ് പോവും. 0.15. മനസ്സിലായല്ലോ? ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 73 108 km/മണിക്കൂർ വേഗത ഡാഷിന് സമാനമാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. അപ്പം കിലോമീറ്റർ പെർ മണിക്കൂറിനെ, കിലോമീറ്റർ പെർ അവറിനെ
മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5/18 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. 18ൽ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏത് സംഖ്യയാണ്? 108നെയാണ് മാറ്റേണ്ടത്. അപ്പോൾ 108 ഗുണം 18ൽ 5. 3 6 3 18 9 6 6 36 6 5 30 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുക. ഇതിനെ നേരെ തിരിച്ചിടുക. ഇത്രയും ചെയ്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. ആൻസർ ഓപ്ഷൻ ബി. 74. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള കണക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. M1 പേർ D1 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ M2 പേർ എത്ര ദിവസം കൊണ്ട് അത് ജോലി തീർക്കും എന്നുള്ള ഇക്വേഷൻ M1 D1 ഡിവൈഡഡ് ബൈ M2. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. M1 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ് അല്ലേ? 16 ഗുണം 30 ദിവസമാണ്. 30 ഡിവൈഡ് ബൈ M2 24. 4 6 4 24 4 6 5 30 20. ഇനി അടുത്ത രീതിയിൽ 16 പുരുഷന്മാർ 30 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 24 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ തന്നെ എഴുതിയങ്ങ് പോവാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്, ഇവിടെ കണ്ടുപിടിക്കേണ്ട സംഭവത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് എഴുതുക, ഗുണിക്കുക. 16 പേർക്ക് 30 ദിവസം കൊണ്ട് ചെയ്യുന്നതെങ്കിൽ 24 പേരാകുമ്പോൾ അതിലും കുറച്ച് ദിവസമായിരിക്കും. അപ്പം ചെറുത് അംശമായിട്ട് എഴുതുക. 24 4 കൊണ്ട് 6 5 4 20. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 20 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 75. 24 സെൻറ്റിമീറ്റർ ഉയരവും 6 സെൻറ്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം എത്രയാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു കോണിൻ്റെ അളവുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞേക്കുന്നത് കോണിനെ ഉരുക്കി, കോണിനെയല്ലേ ഉരുക്കിയിട്ട് ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെങ്കിൽ ഗോളത്തിൻ്റെ ആരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോണിൻ്റെ ഉയരം തന്നിട്ടുണ്ട്. ഇതാണ് ഉയരം. ഇത് തന്നിട്ടുണ്ട്. H 24 തന്നിട്ടുണ്ട്. ഇനി എന്തോ തന്നേക്കുന്നത്? ഇത് H. ഇനി തന്നേക്കുന്നത് ബേസ് റേഡിയസ് R എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇനി അതിനെ ഉരുക്കിയിട്ട് ഗോളമാക്കി മാറ്റുന്നു. ഈ ഗോളത്തിൻ്റെ ആരമാണ് ചോദിച്ചിരിക്കുന്നത്. ഗോളത്തിൻ്റെ ആരം, ഇതിൻ്റെ ആരമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിനെ ഉരുക്കി, ഈ കോണിനെ ഉരുക്കി ഒരു ഗോളമാക്കിയാൽ അതിൻ്റെ വ്യാപ്തത്തിന് വ്യത്യാസം വരുമോ? ഇല്ല. ഒരു സാധനത്തിനെ ഉരുക്കി വേറൊരു രൂപത്തിലേക്ക് മാറ്റിയാൽ അതിൻ്റെ വ്യാപ്തത്തിന് മാത്രം എന്ത് വരത്തില്ല? വ്യത്യാസം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ കോണിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ്? 3/1 പൈ r സ്ക്വയർ h ആണ്. 3/1 പൈ r സ്ക്വയർ h ആണ്. ഗോളത്തിൻ്റെ
വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 3/4 പൈ ആർ ക്യൂബാണ്. 3/4 പൈ ആർ ക്യൂബാണ് ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. കോണിൻ്റെത് 3/1 പൈ ആർ സ്ക്വയർ എച്ച് സമം 3/4 പൈ ആർ ക്യൂബ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഇതിനകത്ത് വിലയിട്ട് കൊടുക്കാം. പൈ ഗുണം ആർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6. 6ൻ്റെ സ്ക്വയറാണ്. എച്ച് 24 സീക്കൽ ടു 3/4 പൈ ഗുണം ആർ ക്യൂബ്. അപ്പോൾ ഇവിടെ വെട്ടിക്കളയാവുന്നതൊക്കെ വെട്ടിക്കളയാം. പൈയും വെട്ടിപ്പോയി. എട്ട് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. 6 ഗുണം 8 സമം 3/4 ആർ ക്യൂബ് എന്ന് കിട്ടി. ഇനി 3നെ ഇങ്ങോട്ട് ഗുണിക്കുക. 6 ഗുണം 8 ഗുണം 3 സമം 4 ആർ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ ക്യൂബ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 6 ഗുണം 8 ഗുണം 3. 6 ഗുണം 8 ഗുണം 3 ഡിവൈഡ് ബൈ 4. 4 2 8. ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 6 ഗുണം 3 ഗുണം 2 6. ആർ ക്യൂബ് എന്ന് പറയുന്നത് 6 ഗുണം 6. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഇതിലൊരു 6നെ ഇനി എടുത്താൽ പോരെ? 6 ഇസ് ഈക്വൽ ടു 6. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പം ഇനി ഒരു കാര്യം കൂടെ. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്രയായിരിക്കും? ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4 പൈ ആർ സ്ക്വയർ. അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 3/2 പൈ ആർ ക്യൂബ്. ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുന്നത് 3 പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതും കൂടെ പഠിച്ച് വെച്ചേക്കാം ഇതിൻ്റെ കൂടെ. ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പം ഇതങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ. ഇതും കൂടെ പഠിച്ച് വെച്ചേക്കുക. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4 പൈ ആർ സ്ക്വയർ. അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം 3/2 പൈ ആർ ക്യൂബ്. ഉപരിതല വിസ്തീർണം 3 പൈ ആർ സ്ക്വയർ. 76 ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ 36 ഒഴിച്ച് ബാക്കി എല്ലാവരും 24ൻ്റെ ഗുണിതങ്ങളാണ്. 36 വേണമെങ്കിൽ ആ ഒരു സ്ക്വയറായിട്ടും 36നെ കണക്കാക്കാം. അങ്ങനെ വന്നാലും അത് ഒറ്റയാനാവും. പിന്നീട് 24ൻ്റെ ഗുണിതങ്ങളുമാണ് ബാക്കിയെല്ലാം. 22ഉം 168. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. 77 0 6 24 60. അടുത്ത സംഖ്യ എന്താണ്? അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ബന്ധം ക്യൂബ് പ്ലസ് ആ സംഖ്യ അതാണ് വന്നേക്കുന്നത്. അപ്പോൾ നോക്കാം. 2ൻ്റെ ക്യൂബ് 8. 8 മൈനസ് 2 6. 3ൻ്റെ ക്യൂബ് 27 മൈനസ് 3 24. 4ൻ്റെ ക്യൂബ് 64 മൈനസ് 4 60. അടുത്ത എന്തായിരിക്കാം? 5ൻ്റെ ക്യൂബ് 125 മൈനസ് 5 120. വരുന്നത് 120 ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 78 WFB TGD QHG. ഇനി എന്താണ് വരുന്നതെന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ആൽഫബറ്റ് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? WFB TGD QHG. അപ്പോൾ ഇത് മൂന്നും തമ്മിലാണ് നോക്കുന്നതെങ്കിൽ
ഡബ്ല്യുവും എഫും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഡബ്ല്യു ഈ ഒരു മൂന്നെണ്ണത്തിലും അതിലെ ഫസ്റ്റ് ലെറ്റർ, അടുത്ത മൂന്നിൽ ഈ ഫസ്റ്റ് ലെറ്റർ, അടുത്ത മൂന്നിലെ ഫസ്റ്റ് ലെറ്റർ, ഇതിൻ്റെ ഈ ഓർഡറിലാണ് പോയേക്കുന്നത്. അപ്പോൾ ഡബ്ല്യു കഴിഞ്ഞിട്ട് എത്രയാണ്? 1 2 3. അപ്പോൾ -3 ടി വരുന്നത് ഡബ്ല്യു കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ടി കഴിഞ്ഞ് -3 ക്യൂ വരുന്നത്. അപ്പോൾ ക്യൂ കഴിഞ്ഞ് -3 ഏതാണ്? എൻ. അപ്പോൾ എൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചത്. രണ്ടാമത്തത് എഫ്. എഫ് കഴിഞ്ഞിട്ട് എഫും ജിയും എച്ചുമാണ് പോകുന്നത്. എഫ് തൊട്ടടുത്ത് ജി, അത് എച്ച്, അടുത്ത തൊട്ടടുത്തത് ഐ ആണ് വരുന്നത്. ഇനി ബി ഡി ജി മൂന്നാമത്തെ ആൽഫബറ്റ്. ബി കഴിഞ്ഞ് രണ്ടാമത്തതാണ് +2 ഡി വരുന്നത്. പിന്നെ ഡി കഴിഞ്ഞ് ജി ആണ്. ഡി കഴിഞ്ഞ് +3 ജി വരുന്നത്. അപ്പോൾ ഇനി എന്തുമായിരിക്കും? +4 ആയിരിക്കും അല്ലേ. 1 2 4 കെ ആണ് വരുന്നത്. കെ, NIK. ആൻസർ NIK, ഓപ്ഷൻ ബി. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച കണക്ക് തന്നെ. അടുത്തത് 79. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാക്കുന്ന തീയതി. അപ്പോൾ ഇതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച അതേ രീതിയിൽ തന്നെയാണ്. ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ്? 6/9/2022 8 മാസം, 8 മാസവും 7 ദിവസം, 8 മാസം 7 ദിവസം. അപ്പോൾ 9 വരുമ്പം സെപ്റ്റംബറിൻ്റെ കൂടെ 8 കൂടെ കൂട്ടുക. 79. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാക്കുന്ന തീയതി. അപ്പോൾ ചെയ്തു നോക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സ്റ്റേജ് 1 വന്ന അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താ? 6/9/2022 മുതൽ 8 മാസമാണ്. 8 മാസം 7 ദിവസം അല്ലേ. അപ്പം 6/9 മുതൽ 5/10 ആവുമ്പോഴാണ് 1 മാസം ആകുന്നത്. 5/11 ആവുമ്പോൾ 2 മാസം. 5/12 ആവുമ്പം 3 മാസം. 5/1 ആവുമ്പോൾ 4 മാസം. 5/2 ആവുമ്പോൾ 5 മാസം. 5/3 ആവുമ്പോൾ 6 മാസം. 5/4 ആവുമ്പോൾ 7 മാസമാവും. 5/2023 ആകുമ്പോൾ എത്ര മാസമാവും? 8 മാസമാവും. ഇനി ഇതിൻ്റെ കൂടെ 7 കൂടെ കൂട്ടിയാൽ മതിയില്ല. 5 + 7 12. 12/5/2023 ആകുമ്പോഴാണ് 8 മാസവും 7 ദിവസവും പൂർത്തിയാകുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 80. E = 5, പെൻ = 35 എങ്കിൽ പേജ് = എത്ര? അപ്പോൾ ഇവിടെ ആൽഫബറ്റ് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ E = 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈയുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. 2 3 4 5. E എന്ന് പറയുന്നത് 5. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പെൻ എന്ന് പറയുന്നത് 35. പെൻ എന്ന് പറയുന്നത് 35. അപ്പോൾ ഈ ആൽഫബറ്റിൻ്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പി എത്രാമത്തെ അക്ഷരമാണ്? പി എന്ന് പറയുന്നത് 16ാമത്തെ അക്ഷരമാണ് അല്ലേ. 16 + ഇ എന്ന് പറയുന്നത് 5, എൻ എന്ന് പറയുന്നത് 14ാമത്തെ അക്ഷരം. അങ്ങനെ 35 ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ചോദിച്ചേക്കുന്നത്? പേജ് അല്ലേ. പേജ് പി എത്രയാണ്? 16. എ 1. ജി എന്ന് പറയുന്നത് 7 വരും. പിന്നെ ഇ എന്ന് പറയുന്നത് 5 വരും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ
29 കിട്ടും. 29. അപ്പോൾ ആൻസർ ഓപ്ഷൻ ടി 29. അപ്പോൾ ഇത്രയേ ഉള്ളൂ.